എല്ലാ രംഗത്തും മൂല്യശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന, കച്ചവടവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് മാധ്യമങ്ങൾ അവരുടെ നൈതികത മറന്നാൽ, മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള കള്ളക്കളികൾ നടന്നാൽ അത് സമൂഹത്തെ ഗുരുതരമായി ബാധിക്കുമെന്നുള്ളത് അവർ കാണേണ്ടതുണ്ട്. മാധ്യമരംഗം വളരെ നിഷ്പക്ഷമായും സത്യസന്ധമായും എത്തിക്സോടുകൂടിയും ചെയ്യേണ്ട ഒന്നാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവണം. നമുക്കിഷ്ടപ്പെട്ടവരുടെ ചെയ്തികളെ നമ്മൾ ന്യായീകരിക്കുകയും നമുക്കിഷ്ടപ്പെടാത്തവനെ നിരന്തരം കല്ലെറിയുകയും ചെയ്യുന്ന രീതി ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് ഭൂഷണമല്ല. ഇപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇപ്പം നമുക്കറിയാം, രാജ്യം കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഒരു യുദ്ധത്തിൻ്റെ വക്കത്തായിരുന്നു. ഇന്നിപ്പോൾ ആശ്വാസകരമായ വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലോകരാഷ്ട്രങ്ങളൊക്കെ ഇടപെട്ട് ഇന്ത്യ പാക് തർക്കത്തിൽ ഒരു വെടിനിർത്തൽ ഉണ്ടായിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഏറെ ആശ്വാസമുണ്ട്. കാരണം യുദ്ധത്തിലൊരു കക്ഷി നമ്മുടെ രാജ്യമാണ്. നമ്മുടെ രാജ്യത്തിനൊരു പോറലും ഏൽക്കാതെ, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിന് യാതൊരുവിധ ക്ഷതവും ഏൽക്കാതെ നമ്മൾ എന്നും തലയുയർത്തിപ്പിടിച്ച് നിൽക്കണം. പക്ഷേ യുദ്ധം കടുക്കുമ്പോൾ, യുദ്ധം കൂടുമ്പോൾ അത് ലോകത്തെന്നും നാശങ്ങളും സങ്കടങ്ങളും പ്രയാസങ്ങളും വറുതികളും മാത്രമാണ് യുദ്ധം സമ്മാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം തുടങ്ങിയ ദിവസം തൊട്ട് അതിശക്തമായ മറുപടി നമ്മുടെ രാജ്യം നൽകണം. അനാവശ്യമായി തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യത്തോട് വലിയ നീതികേടാണ് തീവ്രവാദികളും അവരെ സഹായിച്ച പാകിസ്ഥാനും ഒക്കെ ചെയ്തത്. അതിന് നമ്മൾ മറുപടി കൊടുത്തു. പക്ഷേ ഒരു വലിയ യുദ്ധത്തിലേക്ക് രാജ്യം പോകുമ്പോൾ അത് നമുക്കൊക്കെ ആശങ്കയായിരുന്നു. ഏതായാലും ഇന്ന് ആ ആശങ്ക ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊരു ഭാഗത്തുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ സംസാരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി, 1.5 പതിറ്റാണ്ട് കാലമായി നമ്മുടെ രാജ്യത്ത് ഹെയ്റ്റ് പോളിറ്റിക്സ്, ആളുകൾ തമ്മിലുള്ള ശത്രുത വർദ്ധിപ്പിക്കുന്ന ശ്രമങ്ങൾ വളരെ ബോധപൂർവമായി നടന്നുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന, ജനങ്ങൾക്കിടയിൽ വിദ്വേഷം ആളിക്കത്തിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ ആസൂത്രിതമായി, ഞാനത് പറയുമ്പോൾ സംഘപരിവാറിൻ്റെയും RSSൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ ഇന്ത്യ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ മതജനവിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ശ്രമം, അത് തങ്ങളുടെ അധികാരം നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. അവിടെയൊക്കെ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അവരുടെ ധർമ്മങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ എതിരായി അതിശക്തമായി പോരാടിയിട്ടുണ്ട്. ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്തും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പത്രമാരണ നിയമം എന്നൊക്കെ പറഞ്ഞ് അന്ന് മാധ്യമങ്ങൾക്ക് നിയന്ത്രണമുണ്ടായിരുന്നു. അക്കാലത്തും പത്രങ്ങൾ, ഇന്ത്യൻ പത്രങ്ങൾ, അന്ന് ചാനലുകളില്ല, ഇന്ത്യൻ പത്രങ്ങൾ വളരെ ശ്രദ്ധേയമായി പല പത്രപ്രവർത്തകന്മാരും വലിയ പീഡനങ്ങളും യാതനങ്ങളൊക്കെ സഹിച്ചുകൊണ്ട് സത്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വലിയ സംഘപരിവാർ അധിനിവേശം തങ്ങളുടെ വർഗീയ അജണ്ടകൾ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പോരാടിയ സാഹിത്യകാരന്മാരും പത്രപ്രവർത്തകന്മാരും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപാട് ആളുകൾ ഇതിനകം തന്നെ ഇവരുടെ കള്ളക്കളികളെ, രാജ്യത്തവർ നടത്തുന്ന വർഗീയ ധ്രുവീകരണത്തെ, അതുണ്ടാക്കുന്ന പ്രതിസന്ധികളെ ഒക്കെ തുറന്നെഴുതിയിട്ടുണ്ട്. പലരും തിക്താനുഭവങ്ങളും പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, അത്തരം സംഗതികൾക്ക് കുഴലൂതുന്ന, അവർക്ക് ഒപ്പം നിൽക്കുന്ന, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിന് പ്രചാരണം നൽകുന്ന മാധ്യമങ്ങൾ ഈ കൂട്ടത്തിലുണ്ട്. അത് പത്രങ്ങളാവട്ടെ ചാനലുകളാവട്ടെ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ പത്രങ്ങൾക്ക് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ പാർട്ടികളുടെ പത്രങ്ങളെക്കുറിച്ച് പറയും അത് രാഷ്ട്രീയ പത്രങ്ങളാണെന്ന്. അതിന് മാത്രമാണോ രാഷ്ട്രീയമുള്ളത്? എല്ലാ പത്രങ്ങൾക്കും എല്ലാ ചാനലുകൾക്കും തങ്ങളുടേതായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. പക്ഷെ എന്ത് രാഷ്ട്രീയമുണ്ടെങ്കിലും ഒരു മാധ്യമ സ്ഥാപനം നടത്തുമ്പോൾ അതിൽ സത്യസന്ധതയും നൈതികതയും നിഷ്പക്ഷതയും മൂല്യബോധവും ഉണ്ടാകുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്.